ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തക്കാളി കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. അത് തൈ നടുന്നത് മുതൽ അതിൻ്റെ വളങ്ങൾ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വായോ വീഡിയോയിലേക്ക്. തക്കാളി കൃഷി ചെയ്യുമ്പം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സ്ഥലവും മണ്ണിൻ്റെ തിരഞ്ഞെടുപ്പുമാണ്. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നല്ല നീർവാഴ്ചയുള്ള മണ്ണ് ആണ് ഉത്തമം. pH 6-7 ആയിരിക്കണം. അതുപോലെ തന്നെ കുമ്മായം ചേർത്ത് ക്രമീകരിക്കണം. എന്നിട്ട് വേണം കൃഷി ചെയ്യുവാൻ. വിത്തുകൾ മുളപ്പിക്കലും നടിയിലും അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല ഇനം വിത്തുകളായിട്ടുള്ളത്, നല്ല ഇനം വിത്തുകൾ എന്ന് പറഞ്ഞാൽ ശക്തി, മുക്തി, അനഘ, ഇതൊക്കെ നല്ല ഇനം, മനുലക്ഷ്മി തുടങ്ങിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കാം. മുളപ്പിക്കൽ എന്ന് പറയുമ്പോൾ വിത്തുകൾ പാകി മുളപ്പിക്കുന്ന വിത്തുകളാണ്. 1 മണിക്കൂർ 2% സൂഡോമോണസിൽ ലൈനിൽ മുക്കി വെക്കുന്നത് നല്ലതാണ്. അത് അരി പാകിയ ശേഷം 25-30 ദിവസം പ്രായമായ തൈകൾ വേണം നമ്മൾ മാറ്റി നട്ടു കൊടുക്കാൻ. നടുന്നതിന് മുൻപായിട്ട് സൂഡോമോണസ് ലൈനിൽ അതിൻ്റെ വേരുകൾ മുക്കിയ ശേഷം നടുന്നത് രോഗപ്രതിരോധ ശേഷി സഹായിക്കുന്നു. ഗ്രോ ബാഗിലോ ചട്ടിയിലോ നമുക്ക് നടാം. ഗ്രോ ബാഗിലാണെങ്കിൽ മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് തുല്യ അളവിൽ ചേർത്ത് നടാം. നേരിട്ട് നടുമ്പോൾ അടിവളമായി ചാണകം, കമ്പോസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അടിവളമായിട്ട് കൊടുക്കേണ്ടത് ഉണങ്ങിയ ചാണകം, കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ അടിവളമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. തൈ നട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഫിഷ് അമിനോ ആസിഡ് ഒക്കെ നമ്മൾ ചെടിക്ക് ജീവാമൃതം എന്നിവയൊക്കെ ഒരാഴ്ചയിൽ ഇടവിട്ട് നൽകാവുന്നതാണ്. ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ അതിന് ഒരു വടി കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ കമ്പുകളില്ലെങ്കിൽ ഒരു ചെറിയ കമ്പ് കുത്തിയിട്ട് കയറ് കെട്ടി അതിലിങ്ങനെ നമുക്ക് ചുറ്റി കൊടുക്കാം തക്കാളിയുടെ. പിന്നെ അടിയിലുള്ള അതിൻ്റെ ഇലകൾ വളർന്നു വരുന്നതിനനുസരിച്ച് അടിയിലത്തെ കരുത്തോടെ കായ്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അടിയിൽ ഭാഗത്തുള്ള ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതപ്പം മുകളിൽ കരുത്തോടെ നല്ല കായ്കൾ വരും. അതുപോലെ തന്നെ ആവശ്യത്തിന് നനയ്ക്കുക. ആഴ്ചയിൽ ഒരിക്കൽ എന്ന കണക്കിൽ നനയ്ക്കുന്നത് നല്ലതാണ്. കീടരോഗത്തെ പ്രതിരോധിക്കാൻ മഞ്ഞക്കെണി ഉപയോഗിച്ച് വെള്ളീച്ചയെ നിയന്ത്രിക്കാം. ബാക്ടീരിയ വാട്ടം കണ്ടാൽ ചെടി വേരോടെ നശിപ്പിക്കുക. പ്രധാന രോഗമായിട്ട് കാണുന്നത് ബാക്ടീരിയൽ വാട്ടം, ഇലചുരുൾ രോഗം, വേര് ചീയൽ, ഫലം ചീയൽ, അങ്ങനെയൊക്കെയാണ്. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ബൈ.